ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേൺ ഹിന്ദി ത്രൂ മലയാളം. മലയാളത്തിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാം. ഓക്കെ. ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി. ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ. ഐ ആം sad. I am sad. I am good. I am good. I am worried. I am worried. ഇവിടെ എല്ലായിടത്തും I am എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. I am ഞാൻ ആകുന്നു എന്നാണ് അർത്ഥം. ഇവിടെ I എന്നതിന് ഹിന്ദിയിൽ മേം, ആം എന്നതിന് ഹിന്ദിയിൽ ഹും, ഞാൻ ആകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. മേം ഹും, ഞാൻ ആകുന്നു. ഇവിടെ ഈ മേം ഹും എന്ന രണ്ട് പദങ്ങൾക്കിടയിൽ ഏത് ക്രിയയാണോ നമുക്ക് ചേർക്കേണ്ടത് അത് ചേർത്ത് ഹിന്ദി എളുപ്പത്തിൽ പറയാനും എഴുതാനും സംസാരിക്കാനും നമുക്ക് സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ. ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി. ഇവിടെ ഐ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? മേം. ആം എന്നുള്ളതിന് ഹും. മേം ഹും. അതിൻ്റെ ഇടയിൽ ഹാപ്പി എന്നുള്ളതിന് ഹിന്ദിയിൽ ഖുഷ്. അപ്പം എന്തായി? മേം ഖുഷ് ഹും. ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ. ഇവിടെ ഐ എന്നുള്ളതിന് മേം, ആം എന്നുള്ളതിന് ഹും, ഫൈൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? ടീക്ക്. അപ്പം എന്തായി? മേം ടീക്ക് ഹും. എനിക്ക് സുഖമാണ്. ടീക്ക് എന്ന് പറഞ്ഞാൽ സുഖം. ഫൈൻ. മേം ടീക്ക് ഹും. എനിക്ക് സുഖമാണ്. ഐ ആം ഗുഡ്. ഐ ആം ഗുഡ്. ഇവിടെ മേം എന്നുള്ളത് ഐക്ക് പകരം ആം എന്നുള്ളതിന് ഹും ഉപയോഗിക്കുന്നു. ഇതിന് നടുവിലായി ഗുഡ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? അച്ഛ. അപ്പം മേം ഹും എന്നുള്ളതിൻ്റെ നടുവിൽ അച്ഛ. എനിക്ക് സുഖമാണ് എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ തന്നെ ഐ ആം സാഡ്. ഐ ആം സാഡ്. ഇവിടെ സാഡ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? ദുഃഖ്. അപ്പം ദുഃഖി എന്ന് പറഞ്ഞാൽ സങ്കടമുള്ളവൻ എന്നാണ്. മേം ദുഃഖി ഹും. അടുത്തതായി ഐ ആം വറീഡ്. ഐ ആം വറീഡ്. ഐ എന്നുള്ളതിന് നമ്മൾ എന്തെഴുതും? മേം. ആം എന്നുള്ളതിന് ഹും എഴുതും. ഇതിന് നടുവിലായി വറീഡ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? പരേശാൻ. വറീഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പരേശാൻ. അപ്പം എന്തായി? ഞാൻ വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ചിന്തയിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മേം പരേശാൻ ഹും. അടുത്തത് ഐ ആം ഗോയിങ്. എന്താണ്? ഐ ആം ഗോയിങ്. ഇവിടെ ഗോയിങ് എന്നുള്ളതിന് ജാരഹാഹും എന്ന് പറയും. ജാരഹാഹും. ഐ ആം ഗോയിങ്. മേം ജാരഹാഹും. മേം എന്നുള്ളത് ഐ, ആം എന്നുള്ളത് ഹും, ഗോയിങ് എന്നുള്ളതിന് ജാരഹ. മേം ജാരഹാഹും. ഞാൻ പോകുന്നു. മേം ജാരഹാഹും. ഞാൻ പോകുന്നു. ഇവിടെ ഐ ആം കമ്മിങ്.
ഐ ആം കമ്മിങ്. ഞാൻ വരുന്നു. ദേ ഞാൻ വന്നു കഴിഞ്ഞു, ഞാൻ എത്തി, ദാ വരുന്നു എന്നൊക്കെ പറയില്ലേ. ഐ ആം കമ്മിങ്. മേം ആ രഹാ ഹൂം. പോകുന്നതിന് ഗോയിങ് എന്നുള്ളതിന് ജാ രഹാ ഹൂം എന്ന് പറഞ്ഞു. കമ്മിങ് എന്നുള്ളതാവുമ്പോൾ മേം ആ രഹാ ഹൂം. ഞാൻ വരുന്നു. ആം കമ്മിങ്. മേം ആ രഹാ ഹൂം. ഞാൻ വരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഇതുപോലെ നമുക്ക് മേമിനും ഹുമ്മിനും ഇടയിൽ ചേർത്തെഴുതാൻ സാധിക്കും. അടുത്തതായി ആം ഈറ്റിംഗ്. ഞാൻ കഴിക്കുകയാണ്. ഐ ആം ഈറ്റിംഗ്. മേം ഈറ്റിംഗ് എന്നുള്ളതിന് എന്താണ്? ഖാരഹാഹും. നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എങ്ങനെ ചേർക്കുന്നത്? രഹാഹും എന്ന് ചേർക്കുന്നത്. ഖാരഹാഹും. ഞാൻ കഴിക്കുകയാണ്. മേം ജാരഹാഹും. ഞാൻ പോകുകയാണ്. മേം ആരഹാഹും. ഞാൻ വരികയാണ്. ഇങ്ങനെ രഹാഹും രഹാഹും എന്ന് ചേർക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ വരുന്നത് വരേക്കും ബൈ.